മനസ്സുകളെ അവിടെ തൃപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വിടാനുഭാരത്തിൽ കർത്താവേ, നിൻ്റെ മുറിവുകളെ ഞങ്ങൾ ഓർക്കുന്ന ദിവസമാണ് കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിച്ചു കർത്താവേ. അല്പമെങ്കിലും ഒന്ന് ഓർക്കുവാനും സ്മരിക്കുവാനും ഈ ശുശ്രൂഷകളുടെ ഭാഗമായി തീരുമാനമുള്ള സമർപ്പണം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവെ, വചനം വ്യാഖ്യാനുള്ള കൃപയും പരിജ്ഞാനവും ബലഹീനദാസനായിരിക്കുന്നതിന് തരണമേ. അടിയൻ്റെ നാവോടും ഭൗതികതയോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ജനത്തെ ബലപ്പെടുത്തിയാട്ട് യേശു നാമത്തെ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. കന്യകമാരുടെ ഉപമയാണ്, നമുക്കറിയാം. ഇത് പലയിടങ്ങളിലൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ സ്ത്രീകളുടെ സംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ നമുക്ക് ഏവൻഗേലിയനായിട്ട് വായിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങളൊന്നുകൂടെയാണ് ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതുമായ ഈ കന്യകമാരുടെ ഉപമയെന്ന് പറയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ ഒരു ഉപമ നമുക്ക് വായിക്കുവാൻ സാധ്യമായിട്ട് തീരുന്നത്. ഇന്നും നാളെയൊക്കെ നമുക്ക് പല ഉപമകൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ബുധനാഴ്ച നമ്മുടെ ധ്യാന വിഷയമായിട്ട് വരുന്നത് താലന്തുകളുടെ ഉപമയാണ്. ഇതെല്ലാം പ്രധാനമായിട്ട് കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും അന്ത്യന്യായവിധിയെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഉപമകളായിട്ടാണ് ഇതിനെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് മണവാളിനെ കാത്തിരിക്കുന്ന ഒരു മണവാട്ടി സഭയാണ് നമ്മൾ, അല്ലേ? അതുകൊണ്ട് ഈ കാത്തിരിക്കുന്ന കന്യകമാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നിത്യ മണവാളനായ കർത്താവിനെ കാത്തിരിക്കുന്ന മണവാട്ടി സഭ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഈ ഒരു നിയോഗത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത ഈ കന്യകമാരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ധ്യാനചിന്ത എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കൊരു ക്ഷമയില്ലായ്മയാണ് ഇവരിൽ കണ്ട പ്രശ്നമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അസഹിഷ്ണുതയുടെ ഒരു കാലഘട്ടമാണ്. ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഒരു മതം മറ്റൊരു മതത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഒരു അസഹിഷ്ണുതയുടെ ഒരു കാലഘട്ടം വല്ലാതെ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവർക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് ഈ ഉപമ ആഴത്തിൽ പഠിക്കുമ്പോൾ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മണവാളൻ താമസിച്ചപ്പോൾ അവരെന്നാ ചെയ്തു? അവർക്കെല്ലാം ഉറക്കം പിടിച്ചു എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇന്ന് ക്ഷമയില്ലാത്ത ഒരു തലമുറയാണ്, അല്ലേ? പിള്ളേർക്ക് ഇപ്പം ബൈക്ക് മേടിച്ച് കൊടുക്കണം, മോനെ അടുത്ത വർഷം ആകട്ടെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റത്തില്ല, അല്ലേ? വല്ല കടുകയും കാണിക്കാൻ സാധിക്കും. ചിലർക്കാണ് ഇപ്പം കല്യാണം കഴിക്കണം, കുറച്ചുകൂടെ കഴിയട്ടെ, പാകതയാകട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. പിന്നെ ആകെ പ്രശ്നമാണ്. പിന്നെ ഡിവോഴ്സായി, ഇതിനുള്ള പാകതയും പക്വതയും പരിജ്ഞാനവും ഒന്നും ആയിട്ടില്ല, ശരീരം മാത്രം വളർന്നിട്ടുണ്ട് എന്നുള്ളൂ, മാനസികമായിട്ടുള്ളൊരു പക്വത പ്രാപിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഒരു ക്ഷമയില്ലായ്മ ഇന്ന് വളരെ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ ഇല്ലാതെ പോയതുകൊണ്ടാണ് പലരും ജയിലിൽ പോയി കിടക്കുന്നത്, അല്ലേ? പലപ്പോഴും അവർ തന്നെ ആഗ്രഹിച്ചതല്ല അങ്ങനെ പ്രവർത്തിക്കാൻ, ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി എന്നുള്ളതാണ്. ക്ഷമ നശിച്ചു പോയത് കൊണ്ടാണ്, അല്ലേ? അതുകൊണ്ട് ഈ പീഡാനുഭവത്തിൻ്റെ നാളുകളിലൊക്കെ ക്ഷമിക്കുന്ന കർത്താവിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ സ്നേഹിക്കുന്ന ഒരാളിന് വേണ്ടി നമ്മൾ എത്ര നാൾ, എപ്പം വേണം, എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കും, അല്ലേ? പണ്ട് ഭർത്താക്കന്മാരൊക്കെ ഗൾഫിൽ പോയാൽ ഇന്നത്തെ കൂട്ടല്ല, ഇന്നിപ്പം നമുക്കറിയാം മാസത്തിലൊന്നും 3 മാസത്തിലൊരിക്കലൊക്കെ ഉള്ള വരവാണ്, അല്ലേ? പണ്ട് ടെക്നോളജി ഒന്നുമില്ല, പണ്ട് കത്തെഴുത്തേ ഉള്ളൂ. ഈ കത്തങ്ങ് കപ്പൽ കയറി ചെല്ലുമ്പോഴേ സമയമെടുക്കും. പണ്ടത്തെ കത്തെഴുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. നമുക്കറിയാം, പഴയ ഒരു ഇല്ലൻ്റെയൊക്കെ പഴയ ആളുകൾക്കറിയാം, അത് എഴുതി തീരുകയില്ല. അവസാനം അത് ഈ ചോറ് പശയില്ലല്ലോ, അതുകൊണ്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഒട്ടിച്ചതിൻ്റെ പുറത്തൂടെ എഴുതും പിന്നെ, അല്ലേ? അങ്ങനെയൊക്കെ എഴുതിയ ആളുകളാണ് പലരും, അല്ലേ? അതുപോലത്തെ ഒരു തീവ്രമായ സ്നേഹബന്ധം താമസിച്ചെങ്കിൽ പോലും മണവാളിന് വേണ്ടി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവന് വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇപ്പം നമുക്കറിയാം, ഇലക്ഷൻ നടക്കുന്ന സമയം രാഷ്ട്രീയക്കാരൊക്കെ വലിയ നേതാക്കന്മാരൊക്കെ പറഞ്ഞ സമയത്ത് ആരും വരുത്തില്ല. ഇന്ന് 12 മണിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രി 12 മണിക്ക് അവർ വരും. പക്ഷേ അണികൾ പോവുമോ? അവരിങ്ങനെ നിൽക്കുകയാണ്, അല്ലേ? നേതാവിനെ കാണാനുള്ള ആ സ്നേഹം കൊണ്ട്, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് അവർ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ആ പ്രസ്ഥാനത്തോടും നേതാവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്കൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇതൊക്കെ സമയത്ത് നടന്നില്ലെങ്കിൽ വലിയ സങ്കടം. അവസാനം അച്ഛനും ശുശ്രൂഷകനും മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു തീവ്രത നമുക്ക് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ അത്രയും പോലും നമുക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ വാസ്തവമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ബുദ്ധിയില്ലാത്ത 5 കന്യകമാരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു അസഹിഷ്ണുതയുടെ അനുഭവത്തിൽ, ക്ഷമയില്ലായ്മയുടെ അനുഭവത്തിലൂടെ പോവുകയാണ്. വല്ലാത്ത ധൃതികൾ നമുക്കുണ്ടാകുന്നു. സ്പീഡ് പലപ്പോഴും കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തുക, അല്ലേ? എടുത്തുചാട്ടങ്ങൾ, വല്ലാത്ത ഒരു തീരുമാനങ്ങളൊക്കെ വരുന്ന ചില പാളിച്ചകളൊക്കെ പലപ്പോഴും കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ക്ഷമ വേണം എന്ന്. ക്ഷമയുടെ ക്ലാസ്സിൽ ഇരുന്ന ഒന്നും ക്ഷമ കിട്ടത്തില്ല, അല്ലേ? ഭയങ്കര ക്ലാസ്സാണ്. നമ്മൾ ക്ഷമയുടെ ക്ലാസ്സിൽ പോയിരുന്നാൽ ക്ഷമ കിട്ടുമോ, അല്ലേ?
അതുകൊണ്ട് ക്ഷമ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുവാനും ക്ഷമ തിരിച്ച് പ്രാപിക്കുവാനും നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഇവരുടെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഇവർക്ക് ക്ഷമയില്ലാതെ പോയി എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. 2, ഇവർ പ്രതീക്ഷിച്ച സമയത്ത് കർത്താവ് വന്നില്ല. ഇവർ പ്രതീക്ഷിച്ച സമയത്ത് കർത്താവ് വന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല ദൈവത്തിൻ്റെ സാന്നിധ്യവും വരവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. എല്ലാത്തിനും ദൈവത്തിന് ഒരു സമയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാത്തിനും ദൈവത്തിനൊരു സമയമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കും. ഒരാൾ വീട് വെക്കുമ്പം നമ്മൾ ഭാരപ്പെടേണ്ട, നമുക്ക് വീടായില്ലല്ലോ. ഒരാൾ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട, നമുക്ക് വണ്ടിയില്ലല്ലോ. ഒരാളുടെ മക്കളുടെ കല്യാണം നടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടന്നില്ലല്ലോ എന്ന് നമുക്ക് പ്രയാസം ഉണ്ടാകാം. എന്നാൽ നിൻ്റെ സമയമാകാൻ പോകുന്നേ ഉള്ളൂ, അല്ലേ? നിൻ്റെ സമയത്ത് ഇതൊക്കെ ഭംഗിയായിട്ട് ദൈവം നടത്തും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ മാവും എന്താ പൂക്കും, അല്ലേ? നമ്മുടെ മാവും പൂക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ചിലപ്പോൾ അന്നേരം ഉണ്ടാകും. എങ്കിലും ദൈവത്തിൻ്റെ സമയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മക്കളുടെയും കാര്യത്തിലൊക്കെ ദൈവം തക്ക സമയത്ത് നിവർത്തിക്കപ്പെട്ടു തരുമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ബുദ്ധിയില്ലാത്ത കന്യമാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ എല്ലാവരെയും നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ നമ്മുടെ തനി നാടൻ ഭാഷയെ പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവരും നമ്പാൻ കൊള്ളത്തില്ല. എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലരെ നമുക്ക് നമ്പാൻ കൊള്ളത്തില്ല. എപ്പോഴാണ് ചതിക്കുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാണ് വാക്ക് മാറ്റി പറയുന്നതെന്ന് അറിയത്തില്ല, അല്ലേ? അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ നമ്മുടെ ജീവിതാനുഭവത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഇവർ ചെന്ന എണ്ണ കടം മേടിക്കാൻ ചെന്ന് കിട്ടിയോ? ആശ്രയിക്കാൻ പറ്റത്തില്ല എല്ലാവരെയും. അതുകൊണ്ട് അല്പം എണ്ണ തരുമോ എന്നാണ് അവർ ചോദിച്ചത്, വിളക്കൊന്നുമല്ല ചോദിച്ചത്, അല്ലേ? എന്നാൽ അത് കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. കടം എന്നും മനുഷ്യൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമാണ്, അല്ലേ? ഈ കടം മേടിക്കാൻ വരുമ്പോൾ ഒരു സ്നേഹം, കടം തിരിച്ചു ചോദിക്കുമ്പം പലപ്പോഴും ഉള്ള സ്നേഹബന്ധമൊക്കെ പലരെയും പോകും, അല്ലേ? ഈയിടെ ഈ സോഷ്യൽ മീഡിയ കിടക്കുന്ന പോലെയാണ്. പറ്റുമെങ്കിൽ 1000 രൂപ തരാമെങ്കിൽ ഇപ്പം എന്നെ കാണാം, അത് കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത സമയത്തേക്കും എന്നെ കാണാൻ പറ്റത്തില്ല. കടം, മനുഷ്യൻ ആവശ്യം വരുമ്പോൾ കടം മേടിക്കും. അതിനെയൊന്നും ഞാൻ മോശമായിട്ട് പറയുകയല്ല. എന്നാൽ അതെപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്, ആത്മീയ അനുഭവങ്ങൾ കടം മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് പലതും കടം മേടിക്കാം, അല്ലേ? കാശ് മേടിക്കാം, സ്വർണം മേടിക്കാം, വസ്ത്രം മേടിക്കാം, മറ്റ് ഭൗതിക വസ്തുക്കളൊക്കെ മേടിക്കാം. എന്നാൽ ആത്മീയ അനുഭവങ്ങൾ ഒരിക്കലും നമുക്ക് കടം മേടിക്കാൻ പറ്റുമോ? നമ്മുടെ അമ്മാച്ചൻ ബിഷപ്പായതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോവുമോ? ചിലർ പറയും ഞങ്ങളുടെ കുടുംബത്തിൽ മത്രാച്ചനുണ്ട്, നല്ല കാര്യം, അല്ലേ? ഞങ്ങളുടെ കുടുംബത്തിൽ 10 അച്ഛന്മാരുണ്ട്, നല്ല കാര്യം, അല്ലേ? ഇവരുള്ളത് കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുമോ? അങ്ങനെ ചിന്തിക്കുകയോ വേണ്ട. ഇവിടെ എന്നാ പറയുന്നത്, നിൻ്റെ ആത്മീയ അനുഭവങ്ങൾ, നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളിലൂടെ മാത്രമേ നിനക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായി തീരുകയുള്ളൂ എന്നാണ് പറയുന്നത്. ചിലർ പറയും ഞങ്ങളുടെ അമ്മച്ചി നല്ല ദൈവികതയുള്ളൊരു സ്ത്രീയായിരുന്നു, നല്ല കാര്യമാണ്. പല മാതാപിതാക്കളും ഒക്കെ അങ്ങനെ. എന്നാൽ ഈ ദൈവികത നമുക്കുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഇടയിലുള്ള പല ആളുകളെക്കുറിച്ച്, മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ചൊക്കെ പറയാം, അമ്മച്ചി നല്ലൊരു അമ്മച്ചിയായിരുന്നു, നല്ല ദൈവികതയുള്ള അമ്മച്ചിയായിരുന്നു, വാസ്തവമായിരുന്നു, അല്ലേ? എന്നാൽ തലമുറ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എവിടെയാണ് ദൈവികത ഉള്ളത് എന്നുള്ളത് നമ്മളെ പരിശോധന ചെയ്യേണ്ട അനുഭവം തന്നെയാണ്. അതുകൊണ്ട് അപ്പൂപ്പൻ ആനപ്പുറത്തിരുന്ന നമ്മൾ പറയും അതിൻ്റെ താഴമ്പ് ഒരു കാര്യമില്ല, അല്ലേ? നമ്മളുടെ ആത്മീയ അനുഭവങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ എത്തേണ്ടിടത്ത് എത്തുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. 1, ക്ഷമയില്ലാത്ത അനുഭവം. 2, അവർ പ്രതീക്ഷിച്ച സമയത്ത് ദൈവം വന്നില്ല. അവരുടെ നിയന്ത്രണത്തിലല്ല മണവാളുടെ വരവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. 3, ജീവിതത്തിൽ നമുക്ക് എല്ലാവരെയും ആശ്രയിക്കാൻ പറ്റത്തില്ല, എന്നാൽ ചിലരെ ആശ്രയിക്കാൻ പറ്റും, അതാണ് പറയുന്നത്. മറ്റൊന്ന്, ചെറിയ കുറ്റമാണെങ്കിലും ഒരു വലിയ ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഒരു കുഞ്ഞു പാവമേ ഞാൻ ചെയ്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പാപത്തിനെല്ലാം ഒരുപോലൊക്കെയാണ് അതിൻ്റെ ഒരു നിലവാരമൊക്കെ. ചിലർ പറയും അങ്ങ് തിരക്കാണ്, ചിലപ്പോൾ ഒരു പാപം ചെയ്യാൻ പോലും ഭയങ്കര ബിസിയാണ്, പള്ളി വരാൻ പോലും സമയമില്ല, പിന്നെ അങ്ങനെ പാപം ചെയ്യാൻ. അങ്ങനെയുള്ള ആളുകളുമുണ്ട്, ഭയങ്കര ബിസിയാണ്, പാവമൊക്കെ ചെയ്യാൻ പോലും നമുക്ക് സമയമില്ല എന്ന് പറയുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. ഇവിടെ എന്താണ് പറയുന്നത്, ഇവരുടെ ജീവിതത്തിൽ നല്ല ഒരുക്കമുണ്ട്. കന്യകമാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സുന്ദരമായ വിളക്കുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. പക്ഷേ എന്നാണ് പ്രശ്നം, ആവശ്യത്തിനുള്ളത് അവർ കരുതിയില്ല. നല്ല സുന്ദരം വിളക്കൊക്കെ അല്ലേ നമ്മുടെ കയ്യിലൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ എന്താണ് പറ്റിയത് പരാജയം, ആവശ്യത്തിനുള്ള എണ്ണ കരുതിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ചിലരങ്ങനെയാണ്, ഭയങ്കര ഒരുക്കമാണ്, പക്ഷേ ചെയ്യേണ്ടത് ചെയ്യത്തില്ല. ചിലപ്പോൾ ഒരുങ്ങിയൊക്കെ വരുമ്പോഴാണ് അറിയുന്ന മുഖത്ത് പൗഡർ ഇട്ടില്ല, അല്ലേ സൈഡ് കുത്തിയില്ല, അല്ലേ കണ്ണാടിയില്ല മുഖത്ത്. ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്യാതെ സുന്ദര ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് പല പല കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ നല്ല സുന്ദരമായിട്ട് ഒരുങ്ങി
നല്ല മിടുക്കുകളായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ജീവിതത്തിൽ എടുക്കേണ്ട കാര്യം എടുത്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അവർക്ക് പറ്റിയ പരാജയം എന്താണ്? എക്സ്ട്രാ എണ്ണ എടുത്തില്ല. അതാണ് ജീവിതത്തിൽ സംഭവിച്ച പരാജയം എന്ന് പറയുന്നത്. എക്സ്ട്രാ എണ്ണ കരുതുന്നതാണ് ജീവിതം. എക്സ്ട്രാ മൈൽ എന്ന് വേദപുസ്തകം പറയും. അതായത് 1 മൈൽ നടക്കാൻ പറയുന്നതിൻ്റെ കൂടെ 2 മൈലൂടെ പോകുക. നിൻ്റെ ഉടുപ്പ് ചോദിക്കുന്നതിനോട് നിൻ്റെ പുതപ്പ് കൂടെ കൊടുക്കുക. അപ്പോൾ 2-ാം മൈലുള്ള യാത്രയിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയതയും ക്രിസ്തുവിനെയും മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നിടത്താണ് എക്സ്ട്രാ എണ്ണ എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കഴിയണമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ കരുതുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന വലിയ കാര്യങ്ങൾ ദൈവത്തിന് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു ന്യായവിധിയുടെ അനുഭവം കൂടെയാണ്. കർത്താവോട് ചെല്ലുമ്പോൾ ചോദിക്കുന്നത്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ ജയിലിലായിരുന്നു, എന്നെ കാണാൻ വന്നോ? ഞാൻ രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചോ? എനിക്ക് ഭക്ഷണമില്ലാത്ത അനുഭവത്തിൽ നിങ്ങൾ എന്തെങ്കിലും കരുതൽ എനിക്ക് തന്നോ? ഈ ക്വസ്റ്റ്യൻസാണ് കർത്താവ് നമ്മളോട് ചോദിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലുതെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിനത്ര വലുതൊന്നും ആയിരിക്കത്തില്ല. അത് വേറെ. ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ അശ്രദ്ധ കൊണ്ട് അവരുടെ ലൈഫ് പോയി. അശ്രദ്ധ കൊണ്ട് അവരുടെ ജീവിതം പോയി എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. ഒരു അനാസ്ഥ കൊണ്ട് എത്രയോ ആളുകളുടെ ജീവിതം പൊളിഞ്ഞു പോകുന്നു, ഒരു അശ്രദ്ധ കൊണ്ടാണ്, അല്ലേ? എത്രയോ ഇപ്പോൾ നമ്മൾ കണ്ട് എന്തെല്ലാം വണ്ടി ആക്സിഡൻറ്റ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കരവാളൂർ ബദേൽ പള്ളിയുടെ മുമ്പിൽ CCTV ക്യാമറയിലൂടെ എല്ലായിടത്തും കണ്ടല്ലോ നമ്മളല്ലേ? എന്ത് സങ്കടമാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളല്ലേ? പലയിടങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ കാണുവാൻ തക്കവണ്ണം സാധ്യമായിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടത്, അത് എത്ര രസകരമായി തോന്നിയെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടതാണ്. വണ്ടി കാർ ഓടിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ട് ആ മനുഷ്യൻ മൂത്രം ഒഴിക്കാൻ അങ്ങോട്ട് സൈഡിൽ ഇറങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംഭവിച്ച പോലെ വലിയൊരു ടിപ്പർ ലോറി വന്നിട്ടൊരു വലിയ പാറ, വലിയ കഷണം ഈ കാറിൻ്റെ പുറത്തോട്ട് വീണ് കാറ് തവിടുപൊടിയായി പോവുക. ഈ മനുഷ്യൻ അങ്ങനെ ഇറങ്ങി അവിടെ നിന്നതുകൊണ്ട് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പരിപാലന പല രീതിയിലാണ് വരുന്നത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ചെയ്യുവാൻ സാധിക്കണം. നമ്മുടെ അനാസ്ഥ കൊണ്ട് ജീവിതം പൊളിഞ്ഞു പോകരുത്. പിള്ളേരെയൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ കൊണ്ട് വിടുന്നവരാണ് നമ്മൾ. ചിലപ്പോൾ ഒരു മുറിയിൽ താമസിക്കുന്ന 5 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 4 എണ്ണവും ലിക്കർ ഉപയോഗിക്കുന്ന വലിയ സങ്കടമാണ് പലയിടത്തെയും ഹോസ്റ്റൽ ജീവിതം. ഈ ഒരുത്തനെ അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വലിയ ദൈവകൃപയുണ്ടായാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവനും അവരുടെ കൂടെ ചേരുകയുള്ളൂ. അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പെൺകുട്ടികളെ കൊണ്ട് ഹോസ്റ്റലിൽ വിടുമ്പോൾ 5 എണ്ണം ഒരു റൂമിൽ താമസിക്കുമ്പോൾ 4 എണ്ണത്തിനും ബോയ് ഫ്രണ്ടുണ്ട്, ഒരു കുട്ടിക്കില്ല. ആ കുഞ്ഞോട് അതിനകത്ത് ചാടാനുള്ളൊരു സാധ്യതയാണ് പലപ്പോഴും കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ, ദൈവപക്ഷത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അപാരമായ വിശ്വാസവും ദൈവകൃപയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമായിട്ട് തീരത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അപാരമായ ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ഇങ്ങനെ വ്യത്യസ്തരായി നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് മടങ്ങി വരുന്നത്. ഇങ്ങനെ വ്യത്യസ്തരായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് മടങ്ങി വരുന്നത്. കർത്താവ് മണവാളനായിട്ട് വരുന്ന കർത്താവ് ഇവരെ ചേർക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശുദ്ധിയോടും വ്യത്യസ്തയോടും നിൽക്കുമ്പോൾ നമ്മളെ ചേർക്കുവാൻ തമ്പുരാൻ വരുമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് സംഭവിച്ച മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ജീവിതത്തിൽ 2ാം ചാൻസുകളില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. 2ാമത് അവസരം ഇല്ലാത്ത, ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരം. നമ്മൾ പറയും ഈ കുടുംബജീവിതത്തിൽ ദർ ഈസ് നോ റീടേക്ക്. ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് തെറ്റിയാൽ വീണ്ടും വീണ്ടും റീഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? കുടുംബജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, വീണ്ടും ഷൂട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല, അല്ലേ? ഒരു പ്രാവശ്യമാണ് നമ്മുടെ തീരുമാനം, ഒരു പ്രാവശ്യമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അതേപോലെയാണ് നമുക്ക് ചില കാര്യങ്ങൾക്ക് 2ാമത് ഒരവസരം ലഭിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിലൊരു വകതിരിവ് വേണം എന്നുള്ളതാണ് പറയുന്നത്. വകതിരിവ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഫൈനൽ എക്സാം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. ഇന്ന് SLC എഴുതിയ സ്റ്റേറ്റ് സിലബസുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞു. വലിയ സന്തോഷമാണ് അവർ. ഞാൻ കണ്ടിരുന്ന TV അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവരടുത്തിരിക്കുന്ന കൊച്ചിൻ്റെ യൂണിഫോമിൻ്റെ പുറത്ത് പെനായി കൊണ്ട് എഴുതുകയാണ്. പുതിയൊരു ട്രെൻഡ് തുടങ്ങിയിരിക്കുകയാണ്. അത് എഴുതുന്നത് എന്തുവാന്ന് അവർക്കറിയാം. നമ്മളും ജീവിതത്തിൻ്റെ ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഫുൾ A+ കിട്ടാനുള്ള വല്ല സാധ്യതയുണ്ടോ? തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ് ബോർഡൊക്കെ കൊടുക്കും പിള്ളേർക്ക്. എന്നാൽ സ്വർഗത്തിൻ്റെ ബോർഡ് കൊടുക്കുന്ന A+ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ പരീക്ഷകളൊക്കെ തോക്കുമ്പോൾ നമുക്ക് പല ചാൻസുകൾ കിട്ടും, അല്ലേ? ലോകത്തിൻ്റെ പരീക്ഷ പിള്ളേർക്കാണ് സപ്ലി എന്നൊക്കെ പറഞ്ഞ വലിയ ആഘോഷം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു CA പരീക്ഷ എഴുതിയൊരു കുഞ്ഞ് 4 പ്രാവശ്യം തോറ്റു. അപ്പോൾ അടുത്ത പരീക്ഷ എഴുതിയപ്പോൾ അവന് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അവൻ്റെ അധ്യാപകനോട് പറഞ്ഞു എനിക്ക് വലിയ വേദനയ്ക്കും പ്രയാസമാണ്. അപ്പം
അദ്ദേഹം പറഞ്ഞു, നീ പ്രയാസപ്പെടുമൊന്നും വേണ്ട, അപ്പുറത്തെ 7ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതുന്നവനാണ്. അപ്പോൾ അവനൊരു ആശ്വാസം. നമുക്കങ്ങനെയാണ്. നമ്മുടെ കുഞ്ഞ് തോറ്റാൽ, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞൂടെ തോറ്റാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ജയിച്ചില്ലെങ്കിലും നമുക്ക് വിഷയമല്ല. നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരാളെ കൂടെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അതാണ് മാനുഷികമായ തലത്തിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത്. കർത്താവ് എത്ര ചാൻസ് വന്നു നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? എത്രയോ ചാൻസുകൾ നമ്മുടെ ജീവിതത്തിൽ നന്നായോ. ഈ പീഡാനുഭാര ശുശ്രൂഷയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധി നമ്മുടെ ജീവിതത്തോടൊന്ന് ചോദിക്കുവാൻ സാധിക്കുകയാണ്. ഇതൊക്കെ തീരാൻ പോവുകയാണ്, ഇത് തീരുകയാണ്. അതാണ് ഈ ഉപമ നമ്മളോട് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. കന്യകുമാർ പറഞ്ഞു, ഞങ്ങൾ ഒരുങ്ങി, അവർ ശ്രമിക്കുന്ന ഒരു ഭാവനയിൽ കാണുവാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. മണവാളൻ കർത്താവിനോട് പറയും, ഇവിടുത്തെ ഏറ്റവും നല്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സുന്ദരമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ വിളക്കെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സ്വർണ്ണമായിരിക്കാം, കോപ്പറായിരിക്കാം, ബ്രാസായിരിക്കാം, അല്ലേ? സൂപ്പർ വിളക്കാണ് കയ്യിലിരിക്കുന്നത്, അല്ലേ? ഇനിയും ഞങ്ങൾ തിരിച്ചു പോയ നാട്ടുകാർ ഞങ്ങളെ കൂവാനുള്ള സകല സാധ്യതയുമുണ്ട് ഈ ഒരു തിരിച്ചുപോക്കിൽ. അതുകൊണ്ട് അവർ അലറി വിളിച്ചു, തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് പറഞ്ഞു. നമുക്കറിയാം, വാതിലടഞ്ഞു. ദർ ഈസ് നോ പോസിബിലിറ്റി. ഇങ്ങനെ വാതിലടയുന്നൊരു സമയമുണ്ട് പ്രിയമുള്ളവരെ. ഇപ്പോൾ ജീവിതത്തിൽ ദൈവം നമുക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ഇനിയുള്ളത് അന്തിക്രിസ്തുവിൻ്റെ കാലമാണ്, അല്ലേ? അവിടെ ഒരു കരുണയും കൃപയും ഒന്നും നമ്മളോടാരും കാണിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ തക്കവണ്ണം സാധിക്കണം. അതുകൊണ്ട് ഈ ഉപമ പറയുന്നു, കുറേ കൂടി ഒരു ശ്രദ്ധ വേണം നമ്മുടെ ജീവിതത്തിൽ, കുറച്ചുകൂടി ഒരു ജാഗ്രത വേണം നമ്മുടെ ജീവിതത്തിൽ, കുറേ കൂടി ഒരു കരുതൽ വേണം നമ്മുടെ ജീവിതത്തിൽ. ഇതാണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. നാളത്തേക്ക് ഈ കന്യകമാരെ പോലെ മാറ്റി വെക്കരുത്. നാളത്തേക്കൊരു മാനസാന്തരം എന്തുറപ്പാണ് നമുക്കല്ലേ? നാളത്തേക്കൊരു പശ്ചാത്താപം എന്ന് പറയുന്നത് നമുക്കെങ്ങനെയാണ് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? കന്യകമാർ 10 പേരാണ്. അവരൊരുമിച്ച് ജീവിച്ചവർ, പക്ഷേ പ്രമാണമനുസരിച്ചവർ മാത്രമേ മണവാളിനോടൊപ്പം പോയുള്ളൂ. അടുത്തൊരു പ്രത്യേക പോയിന്റ് ഞാൻ പറയുന്നത് അതാണ്. നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കുക, എന്നാൽ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവരാണ് നിത്യ മണവാളനായ കർത്താവിനോട് സ്വർഗീയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. നമ്മൾ ഒരുമിച്ച് കൈയടിച്ചവരായിരിക്കാം, ഒരുമിച്ച് സ്തോത്രം പറഞ്ഞവരായിരിക്കാം, ഒരുമിച്ച് മുടിരാത്രി പ്രാർത്ഥനയ്ക്കൊക്കെ പോയതാണ്. എന്നാൽ നിത്യമണവാളനായ കർത്താവ് വരുമ്പോൾ പോകുന്നത് ആരാണ് എന്നുള്ളത് ജീവിത വിശുദ്ധിയിലാണ് പറയുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്തവരൊന്നും പോയില്ല, ലോകത്തോട് കോംപ്രമൈസ് ചെയ്തവരൊന്നും പോയില്ല. ഒരുപാട് ജീവിതത്തിൽ വെട്ടിപ്പിടിക്കാൻ ആക്രാന്തത്തോട് ഓടി നടന്നവരൊന്നും പോയില്ല എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന കാര്യമായിട്ട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഇത് ഇസ്രയേലിൽ പാലസ്തീനിൽ നടക്കുന്ന ഒരു വിവാഹ ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു സുന്ദരമായ ഉപമയാണ്. വരൻ വലിയ ആഘോഷത്തോടാണ് വധുവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മണവാളൻ കടന്നു വരുമ്പോൾ കത്തിച്ച വിളക്കുകളുമായിട്ടാണ് മണവാട്ടിയും തോഴിമാരും കുടുംബാംഗങ്ങളും ചേർന്ന് മണവാളിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് വലിയൊരു ആഘോഷമാണ്. അവിടെ വലിയ ഒരു സംഘയാത്രയുണ്ട്, നൃത്തങ്ങളുണ്ട്, പാട്ടുണ്ട്, നല്ല ഭക്ഷണങ്ങളുണ്ട്. മണവാളിനും മണവാട്ടിയും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല പ്രകാശം നിറഞ്ഞ് തോഴിമാരും ഒക്കെ ചേർന്നാണ്. അതുകൊണ്ട് മണവാളിനും മണവാട്ടിയുടെയും സാന്നിധ്യത്തിൽ തോഴിമാർ വളരെ ഉത്തരവാദിത്തമാണ്. തോഴിമാരാണ് ഈ 10 കന്യകമാരുടെ ഒരു ജീവിതം നമ്മൾ പഠിച്ച. നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ വരുമ്പോൾ ഞാൻ പറയും, ഈ തോഴിമാരായിട്ട് ആളുകളെ കൊണ്ട് നിർത്തുക, അല്ലേ? അവർ ഈ മണവാട്ടിയേക്കാളും ഒരുങ്ങിയാണ് പുറകെ വന്ന് നിൽക്കുന്നത്. കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നത്, അവർക്ക് ചില നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങളുണ്ട്. പലപ്പോഴും ഒന്നും അവർ ശ്രദ്ധിക്കാറില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്, മണവാട്ടി തലയെ തുണിയിടുന്നുണ്ടോ, അത്യാവശ്യം വരുമ്പോൾ കയ്യിലെ ബൊക്ക മാറ്റി കൊടുക്കണോ, മന്ത്രകോടി താഴെ വീഴാതെ സൂക്ഷിക്കണമോ, അതിനാവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾക്ക് അവരെ കൊണ്ട്. അവരുടെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നാണ്, ആരെയും കുറ്റപ്പെടുത്താനൊന്നും ഞാൻ പറയുന്നതല്ല. അവരുടെ അടുത്ത കല്യാണത്തിന് വന്ന് നിൽക്കുന്ന പോലെ മണവാട്ടിയായിട്ട് പുറകിൽ നിൽക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. തോഴിമാരുടെ ഒരു നിയോഗ ശുശ്രൂഷ നമ്മൾ മറന്നു പോവുകയാണ്. അതൊക്കെ എൻ്റെ അർത്ഥത്തിൽ ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് നമുക്ക് പാലിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ഇതൊരു ട്രഡീഷണൽ വിവാഹങ്ങളുടെ ഒരു കാലഘട്ടമൊക്കെ മാറുക. ട്രഡീഷണൽ വിവാഹമായിരുന്നു പണ്ടൊക്കെ, അല്ലേ? വീട്ടുകാരൊക്കെ തമ്മിൽ പറഞ്ഞ് ഉറപ്പിച്ച്. ഇപ്പം നമ്മൾ പിള്ളേരോട് തന്നെ പറയാം, നീ വേണം എവിടെയെങ്കിലും ചെന്ന് അങ്ങ്, കാരണം എല്ലാം 40-45ാമത്തെ കല്യാണമൊക്കെ കണ്ട് പോയി ഇവരും അടുത്ത്, അല്ലേ? എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കോ എന്ന് പറയുന്ന, അതാണ് ഇപ്പം നമുക്ക് സൗകര്യമായിട്ട് നമ്മൾ അവർ തമ്മിൽ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണം എന്നുള്ളതാണ്. പണ്ട് കാരണന്മാർ തീരുമാനിക്കും, കാണത്തൊന്നുമില്ല, അല്ലേ? ആരെ കെട്ടണം, എപ്പം കെട്ടണം, എവിടെ വെച്ച് കെട്ടണം, ആര് തീരുമാനിക്കും? വീട്ടിൽ ഇന്ന് നടക്കുമോ അങ്ങനെയൊക്കെ? അത് ഒരു കാലഘട്ടമാണ്. ശൈശവ വിവാഹം നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പെണ്ണ് കാണലൊക്കെ വലിയ ചടങ്ങായിരുന്നു പണ്ട്. ഇന്നൊന്നുമില്ല, ഇന്നല്ല ഓൺലൈൻ, ഇൻ്റർനെറ്റ്, വീഡിയോ കോൾ, അല്ലേ? ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നൊരു സാഹചര്യത്തിൽ തീം വെഡ്ഡിങ്ങുകളുടെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വിവാഹത്തിൻ്റെ രീതികളൊക്കെ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിലെ വിവാഹത്തിൻ്റെ സുന്ദരമായ ചടങ്ങുകളുടെ പശ്ചാത്തലത്തിൽ കർത്താവ് ഉപമ പറയുവാൻ ശ്രമിക്കുന്നത് നിത്യമണവാളനായിരിക്കുന്ന കർത്താവിനെക്കുറിച്ചും
നിത്യമണവാട്ടിയായിരിക്കുന്ന സഭയെക്കുറിച്ചുള്ളൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. അവിടെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് കാണുമ്പോൾ എത്ര പേർ അതിനെ സീരിയസ് ആയിട്ട് കാണും? അലസതയിലേക്ക് പോവുകയാണ്. വരവ് താമസിക്കുമ്പോൾ അലസത സംഭവിക്കുകയാണ്. ഞാൻ പറയും, ക്രൈസ്തവ ജീവിതം കത്തിച്ചു പിടിച്ച ഒരു വിളക്ക് പോലെയാണ്. ക്രൈസ്തവ ജീവിതം കത്തിച്ചു പിടിച്ച ഒരു വിളക്ക് പോലെയാണ്. വിളക്കെന്ന് പറഞ്ഞാൽ സൽപ്രവർത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? വിളക്ക് കെടാതെ സൂക്ഷിക്കുവാനുള്ള നന്മകളുണ്ടാകണം, സമർപ്പണം ഉണ്ടാകണം, തീക്ഷ്ണതയുണ്ടാകണം. ഇങ്ങനെയുള്ള വിളക്ക് കെടാതെ കത്തത്തുള്ളൂ, അല്ലേ? നല്ല സമർപ്പണവും നല്ല സത്യസന്ധതയും നല്ല വിശുദ്ധിയും തീക്ഷ്ണതയുള്ളവരുടെ വിളക്കുകൾ, ജീവിതത്തിൻ്റെ നന്മകളുള്ള വിളക്കുകൾ മാത്രമേ കെടാതെ ശോഭിക്കുകയുള്ളൂ എന്ന് പറയാം. ഇന്ന് നമുക്ക് എന്നോ തീക്ഷ്ണതയാണ് ഉള്ളത്, എന്നെ സമർപ്പണമാണ് നമുക്കുള്ളത്, അല്ലേ? പലരുടെയും കയ്യിലിരിക്കുന്നത് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമായിട്ടാണ് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. തിരി തെളിച്ച് ആരംഭിച്ച ക്രൈസ്തവ ജീവിതങ്ങൾ സുന്ദരമായി തീരണമെന്നുണ്ടെങ്കിൽ, അണയാതെ തീരണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്രമീകരണം വേണം. വിശുദ്ധ കുർബാന കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്വീകരിക്കുമ്പോൾ കൈ മെഴുകുതിരി കൊടുക്കും, അല്ലേ? ചില നാട്ടിൽ സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ മണവാട്ടി വന്ന് കയറുമ്പോൾ ആ വീട്ടിലെ അമ്മ മുമ്പോട്ട് പോകണം. എപ്പോൾ വേണമെങ്കിലും മണവാളൻ വരുന്ന അനുഭവമാണ്. ആർപ്പ് വിളി ഏത് സമയത്തും ഉണ്ടാകും. വചനം പറയുന്നുണ്ട്, ആർക്കും നാളും നാഴികയും അറിയില്ല, എന്നാൽ ഉണർന്നിരിപ്പീൻ എന്നുള്ളതാണ് പറയുന്നത്. ഈ മനോഹരമായ ഉപമയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ വളരെ സുന്ദരമായൊരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്ക് ചേർന്ന് പാടി ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നു ദുഷിക്കും പൊന്നുഷസേ ഓർക്കുന്നത്. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷ തോറും ദ്രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ് ഓർക്കും തോറും ദ്രമ്യ. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴമും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയെ നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയെ നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും ദ്രമ്യ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുങ്ങുവാൻ സാധിക്കണം പ്രിയമുള്ളവരെ. മണവാളൻ കർത്താവ് വരുവാൻ സമയങ്ങൾ ഇനി അധികം ഒന്നുമില്ല. പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും. നമുക്ക് നിത്യമളവനായിരിക്കുന്ന കർത്താവ് ഒരു പ്രതിഫലം തരുന്നുണ്ട്. പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടുവാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം.